വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നീട് അവൻ ബെത്സയിദയിലെത്തി. കുറേ പേർ ഒരു അന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. അവർ മരങ്ങളെ പോലിരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളെയും വ്യക്തമായി കണ്ടു. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. ജീവിതത്തിൽ എവിടെയോ വെച്ച് കാഴ്ച നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. അവനെ യേശുവിൻ്റെ അടുക്കേക്ക് കുറച്ചുപേർ ചേർന്ന് കൂട്ടിക്കൊണ്ട് വരികയാണ്. അവനെ തൊട്ട് സുഖപ്പെടുത്തണമെന്നാണ് അവരുടെ ആവശ്യം. എന്നാൽ യേശു മറ്റ് അത്ഭുതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവൻ്റെ കൈക്ക് പിടിച്ച് ആ ഗ്രാമത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ദൈവികമായ സാന്നിധ്യത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്ന, അവനെ നെഞ്ചോട് ചേർക്കുന്ന യേശുവിനെ ഈ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. ആദ്യം കൈവച്ചപ്പോൾ അവൻ കാണുന്ന കാഴ്ച മങ്ങിയ കാഴ്ചയാണ്. മനുഷ്യരെല്ലാം മരങ്ങളെ പോലെ ഇരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ചിലരുടെയൊക്കെ കാഴ്ച മനുഷ്യജീവിതങ്ങളെ ഇല്ലാതാക്കുന്ന, മനുഷ്യരെ മരങ്ങളെ പോലെ കാണുന്ന ചിലരെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും. മനുഷ്യജീവിതങ്ങളെ ഇല്ലാതാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ചില സിനിമകളുടെയും മാധ്യമ പ്രവർത്തനങ്ങളുടെയും ഇടയിലാണ് നാം ഒക്കെ ജീവിക്കുന്നത്. ഈ സംസ്കാരത്തിൽ മനുഷ്യൻ്റെ ദുരിതങ്ങളെ, മനുഷ്യൻ്റെ വേദനകളെ മനഃപൂർവ്വം കണ്ടിൽ നിന്ന് നടിച്ചുകൊണ്ട് മനുഷ്യ ജീവിതങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ മരണ സംസ്കാരത്തിലെ ജീവിതങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കണ്ണ് തുറക്കണമെങ്കിൽ ഈശോ അവരുടെ കണ്ണുകളിൽ സ്പർശിക്കണം. മനുഷ്യൻ്റെ വേദനകളെയും നൊമ്പരങ്ങളെയും കണ്ടുകൊണ്ടാണ് ഈശോ അവർക്ക് സൗഖ്യം നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കും സൗഖ്യം നൽകുന്നവരാകാം. അതിനായി നമ്മുടെ കാഴ്ചകൾ ഈശോയുടെ കണ്ണിലൂടെ കാണാനുള്ള കൃപ നമുക്കുണ്ടാകണം. ഈശോ നമ്മുടെ കരം പിടിച്ച് ദൈവിക സാന്നിധ്യമുള്ള അടുത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഓരോ അനുഭവങ്ങളിലൂടെയും ഓരോ വേദനകളിലൂടെയും എല്ലാം അവൻ്റെ കണ്ണിലൂടെ കണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ കണ്ണിലൂടെ കാണാൻ സാധിച്ചാലേ മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മനുഷ്യനെ മനുഷ്യനായി കാണാൻ യേശു പിതാവിൻ്റെ കരുണയുടെ മുഖമാണെന്ന് ലോകത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ ലാളിത്യത്തിലും സ്നേഹത്തിലും നിലനിൽക്കുന്ന സഭയാണ് ക്രിസ്തുവിൻ്റെ സഭ എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ വേദഭാഗത്തിൽ രണ്ടാമതായി നാം കാണുന്നത് ആ അന്ധനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നവരുടെ വിശ്വാസമാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. വിശ്വാസത്തോടെ ആ അന്ധനായ വ്യക്തിയെ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചപ്പോൾ അവൻ സൗഖ്യമുള്ളവനായി മാറുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം നമുക്കൊന്ന് പരിശോധിക്കാം. മറ്റുള്ളവർക്ക് സൗഖ്യം പകരുവാൻ നമ്മുടെ വിശ്വാസത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ലോകത്തിന് വെളിച്ചം പകരുവാൻ നമുക്ക് ദൈവം ശക്തി തരട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.